ഹായ് ദിസ് ഇസ് ടെക് ട്യൂട്ടർ ആൻഡ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നമ്മുടെ തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ്റെ മൊഡ്യൂൾ 2 സ്റ്റാർട്ട് ചെയ്യാനിന്ന്. ആൻഡ് മെയിൻലി അതിൻ്റെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ റെഗുലർ എക്സ്പ്രഷൻസ് ആണ്. ഓക്കെ, റെഗുലർ എക്സ്പ്രഷൻസ് ആണ് നമ്മൾ മൊഡ്യൂൾ 2ൽ സ്റ്റാർട്ട് ചെയ്യുന്ന പോർഷൻ. മൊഡ്യൂൾ 2 3 പാർട്ടായിട്ടാണ് ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ സെക്കൻഡ് വൺ റെഗുലർ എക്സ്പ്രഷൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. ആൻഡ് ദിസ് ഇസ് ലൈക്ക് നമ്മൾ റെഗുലർ ലാംഗ്വേജ് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഒരു റെഗുലർ ലാംഗ്വേജ്. സോ ഒരു ലാംഗ്വേജ് അത് റെഗുലർ ആവണമെങ്കിൽ നമ്മൾ പറഞ്ഞു അതിന് കറസ്പോണ്ടിങ് ഒരു ഫൈനൈറ്റ് അക്സെപ്റ്റർ വേണമായിരുന്നു എന്ന് പറഞ്ഞു. ഫൈനൈറ്റ് അക്സെപ്റ്റർ ഇൻ ദ സെൻസ് അത് ഒരു DFA ആകാം അല്ലെങ്കിൽ ഒരു NFA കറസ്പോണ്ടിങ് അതിന് വരയ്ക്കാൻ പറ്റിയാൽ മാത്രമാണ് തന്നിരിക്കുന്ന ലാംഗ്വേജ് റെഗുലർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. സോ ഈ പറഞ്ഞ റെഗുലർ ലാംഗ്വേജിനെ റെപ്രസെന്റ് ചെയ്യുന്നതിൽ ഒരു വിധമാണ് നമ്മൾ DFA എന്ന് പറഞ്ഞത്. ഓക്കെ, സെക്കൻഡ് ഒരു വിധം. അപ്പം നമുക്ക് ഈ റെഗുലർ ലാംഗ്വേജിനെ എന്തൊക്കെ ഡിഫറെൻറ്റ് രീതിയിൽ റെപ്രസെന്റ് ചെയ്യാമെന്നും കൂടെ നമ്മൾ നോക്കണം. സോ അതിലൊരു മെത്തേഡാണ് റെഗുലർ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞത്. DFA നമുക്ക് ശരിക്കും ഒരു പിക്ചോറിയൽ റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ ഒരു ട്രാൻസിഷൻ ടേബിൾ പോലെയൊക്കെയാണ് നമ്മൾ ആ തന്നിരുന്ന റെഗുലർ ലാംഗ്വേജിനെ അക്സെപ്റ്റ് ചെയ്യുന്ന അക്സെപ്റ്ററെ കാണിച്ചത്. നെക്സ്റ്റ് ഈ റെഗുലർ ലാംഗ്വേജിനെ ഒരു നൊട്ടേഷൻ ആയിട്ട് കാണിക്കാൻ വേണ്ടി ചിലപ്പോൾ നമ്മളൊരു ഇക്വേഷൻസ് എന്നൊക്കെ പറയില്ല മാത്തമാറ്റിക്സിൽ എന്ന് പറയുന്ന പോലെ ഒരു നൊട്ടേഷൻ ആയിട്ട് സിമ്പിളർ ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റെഗുലർ എക്സ്പ്രഷനെ യൂസ് ചെയ്യുന്നത്. സോ റെഗുലർ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഗുലർ ലാംഗ്വേജിനെ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു വേ, ഒരു നൊട്ടേഷൻ ഫോമാണ് റെഗുലർ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. സോ ഈ നൊട്ടേഷനിൽ നമ്മൾ ആൽഫബറ്റ്സ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള സ്ട്രിങ്സ് ഉണ്ടാവും. ആൽഫബറ്റ്സ് അതായത് സിമ്പിൾസ് യൂസ് ചെയ്തിട്ടുള്ള സ്ട്രിങ്സ്. പിന്നെ എന്തൊക്കെയുണ്ടാവും? പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പാരന്തസിസിൽ റെപ്രസെന്റ് ചെയ്യും. പിന്നെ കുറച്ച് ഓപ്പറേറ്റേഴ്സ്, അതായത് പ്ലസ്, കോൺകാറ്റിനേഷൻ. ഇത് യൂണിയൻ എന്നാട്ടോ നമ്മൾ ഇനി പറയുക. പ്ലസ് എന്ന് നമ്മൾ പറയുന്ന യൂണിയൻ എന്നുള്ള രീതിയിലാണ്. കോൺകാറ്റിനേഷൻ, പിന്നെ ക്ലോഷർ പ്രോപ്പർട്ടീസിൽ നമ്മൾ സ്റ്റാർ പറഞ്ഞു. ഈ 3 ഓപ്പറേഷൻസിനെ യൂസ് ചെയ്ത് കറസ്പോണ്ടിങ് തന്നിരിക്കുന്ന സിമ്പിൾസിനെയും യൂസ് ചെയ്ത് നമ്മൾ നമ്മുടെ കറസ്പോണ്ടിങ് ലാംഗ്വേജിനെ ഒരു നൊട്ടേഷൻ ആയിട്ട് ഡിനോട്ട് ചെയ്യാൻ പോകുന്നതിനെയാണ് റെഗുലർ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. സോ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, സപ്പോസ് നമ്മളൊരു ലാംഗ്വേജ് എ എന്നുള്ള ഒറ്റ ഒരു സ്ട്രിങ്ങിനെ മാത്രം അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അത് നമ്മളെ കറസ്പോണ്ടിങ് റെഗുലർ എക്സ്പ്രഷനെ എ എന്ന് മാത്രം റെപ്രസെന്റ് ചെയ്യും. നെക്സ്റ്റ് അതുപോലെ ഇപ്പോൾ സപ്പോസ് നമ്മുടെ ലാംഗ്വേജിൻ്റെ അകത്ത് അക്സെപ്റ്റ് ചെയ്യുന്നത്, ഞാനിതിവിടെ ഒരു ടേബിൾ പോലെ ജസ്റ്റ് എഴുതാം. എ ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് റെപ്രസെൻറ്റേഷൻ എ മാത്രമായിരിക്കും. ഇനി ലാംഗ്വേജിൽ എ അല്ലെങ്കിൽ ബി അല്ലെങ്കിൽ സി മാത്രമുള്ളൊരു ലാംഗ്വേജ്, ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എ അല്ലെങ്കിൽ ബി അല്ലെങ്കിൽ എ ഓർ ബി ഓർ സി, യൂണിയൻ ഓർ എന്ന് വേണമെങ്കിൽ പറയാം. എ അല്ലെങ്കിൽ ബി അല്ലെങ്കിൽ സി മാത്രമുള്ള റെപ്രസെന്റേഷൻ. ഇത് ലാംഗ്വേജ് ഇതാണെങ്കിൽ അതിന്റെ റെപ്രസെന്റേഷൻ റെഗുലർ എക്സ്പ്രഷനിൽ ഇങ്ങനെയായിരിക്കും. സെയിം വേ ഇപ്പോൾ ഒരു റെഗുലർ എക്സ്പ്രഷൻ വന്നിട്ട് നമ്മുടെ ഇപ്പോൾ സപ്പോസ് നമ്മുടെ ഒരു റെഗുലർ എക്സ്പ്രഷൻ തന്നിരിക്കുന്നത് ഇങ്ങനെയാണെന്ന് കരുതുക. എ പ്ലസ് ബി ഇൻറ്റു സി, ബി കോൺകാറ്റിനേഷൻ സി സ്റ്റാർ എന്ന് കരുതുക. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി, ഇത് എ ഒരു സിംഗിൾ യൂണിറ്റ്, ബി സി രണ്ടാമത്തെ ആൽഫബറ്റ് ബി സി എന്ന് ടുഗെദർ കൺസിഡർ ചെയ്യുന്ന പോലെയാണ്. അതായത് ഇതെന്താണ് മീൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോഷർ ഓഫ് എ യൂണിയൻ ബി സി, രണ്ടാമത്തെ ആൽഫബറ്റ് ബി സി എന്ന് കൺസിഡർ ചെയ്യുന്ന പോലെയാണ്. ഇതിന്റെ സ്റ്റാർ ക്ലോഷർ ആണ് കേട്ടോ, എൻ്റെ സ്റ്റാർ ക്ലോഷർ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതായത് ലാംഗ്വേജ് എന്തൊക്കെയായിരിക്കും എന്നൊന്ന് ചിന്തിച്ചാൽ ഇതിൽ നിന്ന് എ അല്ലെങ്കിൽ ബി സിയുടെ എന്ത് കോമ്പിനേഷൻസും. സോ സ്റ്റാർ ആയതുകൊണ്ട് എപ്സിലോൺ കൺസിഡർ ചെയ്യാം. എ മാത്രമാകാം, ബി സി മാത്രമാകാം, എ ബി സി ആകാം, ബി സി എ ആകാം, സി ബി എന്നൊരു കോമ്പിനേഷൻ വരില്ല കേട്ടോ. ബി സി ടുഗെദർ ആയിട്ട് ഒരു യൂണിറ്റ് പോലെ ആയിരിക്കണം ആക്ട് ചെയ്യുന്നത്. സി ബി എ എന്നത് വരില്ല, ബി സി എ വരാം. കാരണം ബി സി ടുഗെദർ ഒരു യൂണിറ്റ് ആയിട്ടല്ലേ കിടക്കുന്നത്. ഇനിയിപ്പോൾ എ ഉണ്ടാവാം, ബി സി ഉണ്ടാവാം. അങ്ങനെയുള്ള കോമ്പിനേഷൻസ് ആണ് ഈ കറസ്പോണ്ടിങ് എക്സ്പ്രഷനിൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. സോ എന്തെങ്കിലും ഇപ്പം എ യൂണിയൻ ബി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബിയുടെ എല്ലാ കോമ്പിനേഷൻസും ആണ് അർത്ഥം. എപ്സിലോണിൽ തുടങ്ങുന്നു. എ മാത്രമാവാം, ബി മാത്രമാവാം, എ ആവാം, എ ബി ആവാം, ബി എ ആവാം, ബി ആവാം, അങ്ങനെയുള്ള എല്ലാ കോമ്പിനേഷൻസും. അതാണ് ഇപ്പോൾ എ പ്ലസ് ബി സ്റ്റാർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കറസ്പോണ്ടിങ് എക്സാമ്പിൾ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇനി നമുക്കിതിൻ്റെ ഫോർമൽ ഡെഫിനിഷനെ ഒന്ന് അനലൈസ് ചെയ്യാം. ഫോർമൽ ഡെഫിനിഷൻ ഓഫ് റെഗുലർ എക്സ്പ്രഷൻ എന്താണെന്നൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ലെറ്റ് സിഗ്മ ബി ദ ആൽഫബറ്റ്സ്, നമ്മുടെ കറസ്പോണ്ടിങ് ലാംഗ്വേജിൻ്റെ അല്ലെങ്കിൽ റെഗുലർ എക്സ്പ്രഷനിലെ ആൽഫബറ്റ്സ് ആണെന്ന് കരുതുകയാണെങ്കിൽ ഫസ്റ്റ് റൂൾ പറയുന്നത് പ്രിമിറ്റീവ് റെഗുലർ എക്സ്പ്രഷൻ, അതായത് ഏത് ആൽഫബറ്റ് ആണെങ്കിലും അതിന് ആപ്ലിക്കബിൾ ആവുന്ന പ്രിമിറ്റീവ് റെഗുലർ എക്സ്പ്രഷൻ ഉണ്ട്. 5 ലാംഡ ഓർ എപ്സിലൺ എന്ന് പറയാം. എ, അതായത് ഏതെങ്കിലും ആൽഫബറ്റ്, അത് ബിയോ സീറോയോ വണ്ണോ എന്തും ആയിക്കോട്ടെ, ആ സിംഗിൾ ആൽഫബറ്റ് എന്ന് പറയുന്നത് എലമെന്റ് ഓഫ് നമ്മുടെ സിഗ്മ ആയിരിക്കും.
ഓക്കെ, ദാറ്റ് മീൻസ് ഇതെല്ലാം പ്രിമിറ്റീവ് ആണ്, എല്ലാത്തിൻ്റെയും കൂടെ അസോസിയേറ്റഡ് ആണ്. ഇപ്പം നൾ സെറ്റ് അല്ലെങ്കിൽ എം ടി സ്ട്രിങ്, ഒരു സിംഗിൾ ആൽഫബറ്റ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെച്ചുള്ള എന്തെങ്കിലും രണ്ട് റെഗുലർ എക്സ്പ്രഷൻസ് R1 ആൻഡ് R2 എന്ന് കൺസിഡർ ചെയ്യുക. ഇത് രണ്ടും റെഗുലർ എക്സ്പ്രഷൻ ആണ് എങ്കിൽ ഇതിന്റെ കോമ്പിനേഷൻസും റെഗുലർ എക്സ്പ്രഷൻ ആയിരിക്കും. ഏത് കോമ്പിനേഷൻസ് ആണ്? ഈ തന്നിരിക്കുന്ന കറസ്പോണ്ടിങ് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള കോമ്പിനേഷൻസും. ദെൻ R1 ഓർ R2 റെഗുലർ എക്സ്പ്രഷൻ ആയിരിക്കും. R1 ഇൻറ്റു R2 റെഗുലർ എക്സ്പ്രഷൻ ആയിരിക്കും. R1 സ്റ്റാറും റെഗുലർ എക്സ്പ്രഷൻ ആയിരിക്കും. പാരന്തസിസിൻ്റെ അകത്ത് R1 എന്ന് പറയുന്നതും റെഗുലർ എക്സ്പ്രഷൻ ആയിരിക്കും. തേർഡ് റൂൾ എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു സ്ട്രിങ് റെഗുലർ എക്സ്പ്രഷൻ ആകണമെങ്കിൽ, സ്ട്രിങ് ഒരു തന്നിരിക്കുന്ന സ്ട്രിങ് റെഗുലർ എക്സ്പ്രഷൻ ആകണമെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആകുമെങ്കിൽ എന്താണ്? ദാറ്റ് ക്യാൻ ബി ഡിറൈവ്ഡ് ഫ്രം റെഗുലർ എക്സ്പ്രഷൻസ്. അതൊരു റെഗുലർ എക്സ്പ്രഷൻ, ഈ തന്നിരിക്കുന്ന എയോ ബിയോ സിഗ്മയോ എന്ത് തന്നിരിക്കുന്നോ അത്, അല്ലെങ്കിൽ R1 R2 എന്ന് പറഞ്ഞിരിക്കുന്നത് അത് റെഗുലർ എക്സ്പ്രഷനിൽ നിന്ന് ഡിറൈവ് ആകാൻ പറ്റണം. എങ്ങനെ? ഈ തന്നിരിക്കുന്ന റൂൾ 2നെ ബൈ അപ്ലൈയിങ് റൂൾ 2 ഇൻ ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റെപ്സ്, ഫൈനൈറ്റ് നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്ത് നമുക്ക് ആ കറസ്പോണ്ടിങ് സ്ട്രിങ്ങിനെ ഡിറൈവ് ചെയ്യാൻ പറ്റും. അപ്പം ഇത് മൂന്നുമാണ് നമ്മുടെ ഫോർമൽ ഡെഫിനിഷൻ ഓഫ് റെഗുലർ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഈ ഒരു 3 റൂള് ഫോളോ ചെയ്ത് എടുക്കുന്ന നൊട്ടേഷനെയാണ് നമ്മൾ റെഗുലർ എക്സ്പ്രഷൻ എന്ന് ആക്ച്വലി മെൻഷൻ ചെയ്യാൻ പോകുന്നത്. ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അതായത് ഇപ്പം നമുക്ക് തന്നിരിക്കുന്ന ആൽഫബറ്റ്സ് ABC ആണെന്ന് കരുതുക. എന്നിട്ടൊരു റെഗുലർ എക്സ്പ്രഷൻ തന്നിരിക്കുന്നു, A+BC* C+5 എന്ന്. അപ്പോൾ ഇതൊരു റെഗുലർ എക്സ്പ്രഷൻ ആണോ എന്ന് നമ്മൾ നോക്കാം. ഇപ്പോൾ എന്തായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്? R1 + R2. ഇതിപ്പം യെസ്, ഇതൊരു R1 ആയിട്ട് എടുക്കുക. ഇത് ഒരു സിംഗിൾ യൂണിറ്റ് R2 ആണെങ്കിൽ R1 + R2 പാരന്തസിസിൽ അതിനെ നമ്മൾ R1 ഈ ഒരു കണ്ടീഷനിൽ പാരന്തസിസിൽ കൊടുക്കുന്നു, സ്റ്റാർ എന്ന് കൺസിഡർ ചെയ്യുന്നു. അതെ, ഇത് ഒരു R3യും ഇത് R4ഉം ആണെങ്കിൽ അതും ആ ഒരു ഫോമാറ്റ് ഫോളോ ചെയ്യുന്നുണ്ട്. സോ ദിസ് ഈസ് എ റെഗുലർ എക്സ്പ്രഷൻ. നെക്സ്റ്റ് റെഗുലർ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് A+B+. ഇതൊരു റെഗുലർ എക്സ്പ്രഷൻ ആണോ എന്ന് അനലൈസ് ചെയ്താൽ അല്ല. കാരണം റെഗുലർ എക്സ്പ്രഷന് രണ്ട് റെഗുലർ എക്സ്പ്രഷൻസിന്റെ കോമ്പിനേഷൻ, ഇവിടെ ഒരു ബ്ലാങ്ക് ഇതാ വരുന്നത്, അത് നമ്മുടെ ഈ ഒരു ഫോർമാറ്റിൽ ഇല്ലാത്തതാണ്. അതുകൊണ്ട് ഇതൊരു വാലിഡ് റെഗുലർ എക്സ്പ്രഷൻ ആയിരിക്കില്ല. ഓക്കെ, ഇനി റെഗുലർ എക്സ്പ്രഷൻ തന്നിട്ട് അതിന്റെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ലാംഗ്വേജ് എന്താണെന്ന് നമുക്ക് നോക്കണം. സോ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ലാംഗ്വേജ് അസോസിയേറ്റഡ് വിത്ത് റെഗുലർ എക്സ്പ്രഷൻ. ഈ റെഗുലർ എക്സ്പ്രഷൻ്റെ ആയിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ലാംഗ്വേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. സപ്പോസ് ലാംഗ്വേജ് L associated with R ആണെങ്കിൽ corresponding to the regular expression R, then it is defined by the following rules. ഇതിന് കുറച്ച് റൂൾസ് ഉണ്ട്. ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത്, അതിൽ 5 എന്ന് പറയുന്നത് എം ടി സെറ്റിനെ ഡിനോട്ട് ചെയ്യും. സെക്കൻഡ് വൺ വന്നിട്ട് ലാംഡ ഓർ എപ്സിലോൺ എന്ന് പറയുന്നത് എം ടി സ്ട്രിങ്ങിനെ ഡിനോട്ട് ചെയ്യും. ലെറ്റ് ഇറ്റ് ബി ലാംഡ എന്ന് തന്നെ കൊടുക്കും, നൾ സ്ട്രിങ്ങിനെ റെപ്രസെന്റ് ചെയ്യും. തേർഡ് വൺ വന്നിട്ട് whatever be the alphabet, suppose A element of sigma ആണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് റെഗുലർ ഇതിൽ ലാംഗ്വേജിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് A എന്നായിരിക്കും. റെഗുലർ എക്സ്പ്രഷൻ A എന്ന് മാത്രമായിരിക്കും. ആൻഡ് ദിസ് ഇസ് കോൾഡ് എസ് ടെർമിനൽ കണ്ടീഷൻ. ഈ 3 കണ്ടീഷനെ നമ്മൾ ടെർമിനൽ കണ്ടീഷൻ എന്ന് പറയും. നെക്സ്റ്റ് കണ്ടീഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെറ്റ് R1 ആൻഡ് R2, ഈ പറഞ്ഞിരിക്കുന്നതിന്റെ എന്തെങ്കിലുമൊക്കെ കോമ്പിനേഷൻസ് ഉള്ള റെഗുലർ എക്സ്പ്രഷൻസ് ആണ് R1 R2 എങ്കിൽ നെക്സ്റ്റ് റൂൾ വന്നിട്ട് ഫോർത്ത് റൂൾ ഈസ് അബൌട്ട് ലാംഗ്വേജ് ഓഫ് R1 ഓർ R2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇത് ലാംഗ്വേജ് R1 യൂണിയൻ ലാംഗ്വേജ് R2 എന്നാണ് അതിൻ്റെ മീനിങ്. സെക്കൻഡ് വൺ ലാംഗ്വേജ് R1 കോൺകാറ്റിനേഷൻ R2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഗ്വേജ് ഓഫ് R1, അത് കഴിഞ്ഞ് ഇറ്റ് ഈസ് സക്സീഡഡ് ബൈ R2 ലാംഗ്വേജസ്. നെക്സ്റ്റ് വൺ സിക്സ്ത് വൺ എന്ന് പറയുന്നത് ലാംഗ്വേജ് ഓഫ് R1 പാരന്തസിൽ ഡബിൾ പാരന്തസിൽ ആണെങ്കിൽ ദാറ്റ് ഈസ് സെയിം as ലാംഗ്വേജ് ഓഫ് R1 തന്നെയാണ്. സെവൻത്ത് റൂൾ എന്ന് പറയുന്നത് ലാംഗ്വേജ് ഓഫ് R1 സ്റ്റാർ എന്ന് പറയുന്നത്, R1 സ്റ്റാറിന്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ദ എൻറ്റയർ ക്ലോഷർ ഓഫ് ലാംഗ്വേജ് ക്ലോഷർ എന്ന് വേണമെങ്കിൽ പറയാം. ഈ റൂൾസ് യൂസ് ചെയ്താണ് നമ്മൾ ആക്ച്വലി നമ്മുടെ കറസ്പോണ്ടിങ് ലാംഗ്വേജിനെ സിംപ്ലർ കോമ്പോണൻസ് ആക്കി റെഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. സിംപ്ലർ കോമ്പോണൻസ് ആക്കി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന റൂൾസിനെ യൂസ് ചെയ്യും. സോ നമ്മുടെ തന്നിരിക്കുന്ന ലാംഗ്വേജിനെ കറസ്പോണ്ടിങ് റെഗുലർ എക്സ്പ്രഷൻസിന്റെ ഏറ്റവും അല്ലെങ്കിൽ റെഗുലർ എക്സ്പ്രഷനെ ഏറ്റവും ബേസ് ഫോമിൽ എന്താണ് ലാംഗ്വേജ് എന്ന് കാണിക്കാൻ വേണ്ടിയൊക്കെ നമുക്ക് ഈ കറസ്പോണ്ടിങ് റൂൾസ് യൂസ് ചെയ്യും. സോ ഞാൻ ഈ റൂൾസിനെ മാത്രം ഇവിടെ നിർത്തിയിട്ട് കുറച്ച് എക്സാമ്പിൾസ് കാണിക്കാം, എങ്ങനെയാണ് ഈ റൂള്
വർക്ക്ഔട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് തന്നാൽ അതിൻ്റെ കറസ്പോണ്ടിങ് റെഗുലർ എക്സ്പ്രഷൻ എങ്ങനെ നമുക്കൊന്ന് നോക്കാം. ഒരു റെഗുലർ എക്സ്പ്രഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ലാംഗ്വേജിനെ എങ്ങനെ എഴുതാം എന്നൊക്കെയുള്ളത് ജസ്റ്റ് കുറച്ച് ബേസ് എക്സാമ്പിൾസ് വെച്ച് നോക്കാം. ഇതിൻ്റെ ഹയർ എൻഡിലുള്ള ലാംഗ്വേജസിന് നമുക്കതിന് വേറെ സിസ്റ്റമാറ്റിക് മെത്തേഡ് ഉണ്ട്, കുറച്ച് സ്റ്റെപ്സ് ഒക്കെ അൽഗോരിതംസ് ഉണ്ട്. സോ ആദ്യം നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. സപ്പോസ് ഷോ ദ ലാംഗ്വേജ് ഓഫ് ദ കറസ്പോണ്ടിങ് ലൊക്കേഷൻ, അല്ലെങ്കിൽ ഷോ ദ ലാംഗ്വേജ് ഗീവൺ ഇൻ സെറ്റ് നൊട്ടേഷൻ. സെറ്റ് നൊട്ടേഷൻ അതായത് ബേസിക് എലമെന്റ്സ് ഓഫ് ലാംഗ്വേജ് ആയിട്ട് കാണിക്കാനാണ്. ഫസ്റ്റ് ലാംഗ്വേജ് തന്നിരിക്കുന്നത് ഇതാണ്, എ ക്ലോഷർ കോൺകാറ്റിനേഷൻ എ ഓർ ബി. ഇതിന്റെ സെറ്റ് നൊട്ടേഷൻ കാണിക്കണം. സോ ഇതിനെ ഞാനിപ്പോൾ ഈ തന്നിരിക്കുന്ന മെത്തേഡ്, ഈ തന്നിരിക്കുന്ന റൂൾസ് ചെയ്ത് നമുക്ക് ആദ്യം ഇതിനെ ഒന്ന് എന്താണ് സിംപ്ലർ ഇതിലേക്ക് എഴുതാം. സോ ഇതൊരു കോമ്പണന്റ് ആയിട്ട് എടുക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പം അതിനെ കോൺകാറ്റിനേറ്റ് ചെയ്ത് എഴുതുമ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെ 2 കോൺകാറ്റിനേഷൻ തന്നാൽ റൂൾ 5 യൂസ് ചെയ്ത് നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പോകുന്നു. ദാറ്റ് ഇസ് ലാംഗ്വേജ് എ സ്റ്റാർ കോൺകാറ്റിനേഷൻ ലാംഗ്വേജ് എ ഓർ ബി എന്ന് എഴുതാം. നമ്മളിപ്പോൾ എഴുതിയത് റൂൾ 5 യൂസ് ചെയ്തിട്ട്. ഇനി ലാംഗ്വേജ് എ സ്റ്റാറിനെ നമ്മളിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, ബിക്കോസ് ഈ ഒരു ഫോമാറ്റിൽ തന്നെയാണ് അത് അവിടെ കിടക്കുന്നത്. സോ ലെറ്റ് ഇറ്റ് ബി. ഈ ഒരെണ്ണത്തിനെ മാത്രം ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പോവുകയാണ്. വാട്ട് ഈസ് എ പ്ലസ് ബി എന്നുള്ള ഫോമാറ്റ് ലാംഗ്വേജ് എ യൂണിയൻ ലാംഗ്വേജ് ബി എന്നുള്ളതാണ്. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ലാംഗ്വേജ് എ ക്ലോഷർ ഇൻറ്റു ലാംഗ്വേജ് എ യൂണിയൻ ലാംഗ്വേജ് ബി. ഓക്കെ, ലാംഗ്വേജ് എ യൂണിയൻ ലാംഗ്വേജ് ബി. ഇനി ഇത് 2 എണ്ണം വന്ന സ്ഥിതിക്ക് എന്താണ് നമ്മൾ അതിൽ നിന്ന് നോക്കാനുള്ളതെന്ന് ആലോചിച്ച് നോക്കിയേ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഗ്വേജ് എ എന്ന് പറയുമ്പോൾ എ മാത്രം, ലാംഗ്വേജ് ബി എന്ന് പറയുമ്പോൾ ബി മാത്രമുള്ള കണ്ടീഷനാണ്. സോ ഇതെന്ന് പറയുന്നത് ഒന്നെങ്കിൽ എ വരാം അല്ലെങ്കിൽ ബി വരാം. അത് മാത്രമാണ് ഈ കറസ്പോണ്ടിങ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ബട്ട് എ സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താണ്, എയുടെ എത്ര നമ്പർ ഓഫ് റിപ്പറ്റീഷൻസ് വേണമെങ്കിലും. സോ ഈ കറസ്പോണ്ടിങ് ലാംഗ്വേജ് എന്ന് പറയുന്നത് എപ്സിലോൺ ആവാം, എ ആവാം, എ ആവാം, എ അങ്ങനെ ആവാം, എത്ര നമ്പർ വേണമെങ്കിലും. സോ ഇത്